ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്നോർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങും. മാധ്യമ പ്രവർത്തന നിലയിൽ ഹാഷ്മി നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറിയിരിക്കുന്നു. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിച്ച് നിങ്ങളെ ഒരു മാധ്യമ പ്രവർത്തകനെന്ന് ഒരിക്കലും വിളിക്കാൻ കഴിയില്ല. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? എന്നിട്ട് ഇതേ വിഷയം നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തില് അഖിൽ മാരാർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാറ്റിപ്പറഞ്ഞ നിലപാടുകൾ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പൊളിച്ചെടുക്കാൻ നോക്ക്. ഇന്ത്യ എന്നല്ല ഞാൻ എവിടെയും പോകും. എന്റെ ലക്ഷ്യം എന്റെ അത്രേ ഉള്ളൂ നിലപാട്. പലപാടെന്ന് പറയണ്ടേ. സാബു ജേക്കബിന് വേണ്ടിയിട്ട് നടത്തിയ വെറും വാഗൊണ്ടുള്ള വയറിളക്കം മാത്രമാണ് ഹാഷ്മി ആ ചാനൽ 4 നിന്ന് ഹാഷ്മി കാണിച്ചതെന്ന് തിരിച്ചറിയുക. എന്താ നിനക്ക് കാണണം? ഒറ്റ തേമ്പും വേണ്ടല്ലോ, എന്റെ വേഷം കണ്ട് കുറയും. ധൈര്യമുണ്ടെങ്കിൽ നീ വാ. ഓ, അവിടം വരെയൊക്കെ ആയോ? അല്ല, എന്നായാലും വേണ്ടതല്ലേ. അതിനുള്ള തന്റെ ഇടം ശ്രീകണ്ഠൻ നായരുടെ 24 ചാനലിനുണ്ടെന്നുണ്ടെങ്കിൽ 24 വന്ന് ലൈവിൽ ഞാൻ ഇരിക്കും. അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. ഒരുവനെ സംസാരിക്കാൻ അനുവദിക്കാതെ, ഒരുവൻ പറയുന്നത് സംപ്രേഷണം ചെയ്യാതെ, ഒരുവന്റെ ശബ്ദം താഴ്ത്തി വെച്ച് ബോധപൂർവം കാണിക്കുന്ന കോമാളിത്തരമായി തരം താഴ്ന്ന ഒന്നായി മാറരുത് മാധ്യമ പ്രവർത്തനം. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എടാ, ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നാടാ. ഞാൻ തിരിച്ച് ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ മാറ്റി പറഞ്ഞ 5 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പോകൂ ഹാഷ്മി എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി എടുത്ത വായിൽ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്നുള്ളതാണ്. ധൈര്യമുണ്ടെങ്കിൽ നീ വാ. നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയെല്ലാം കഴിക്കേ. തമാശല്ല, കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.